നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നു, ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വയം ടോട്ടലി കൺഫ്യൂസ്ഡാണ്. ഈ വീഡിയോയ്ക്ക് മുമ്പായി പോസ്റ്റ് ചെയ്ത വീഡിയോ അതിൻ്റെ പെർഫോമൻസാണ് അതിന് കാരണം. അതിന് കിട്ടിയ വ്യൂസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. യൂട്യൂബ് തന്ന റീച്ച്, അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ വിചാരിക്കും ഒരു വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വിചാരിക്കും. നിങ്ങൾ വീഡിയോ ഇട്ട് മുന്നോട്ട് പോയാൽ പോരെന്ന് വിചാരിക്കും. പക്ഷേ ആ വീഡിയോ വ്യൂസ് സീരിയസ് ആയിട്ട് വീഡിയോ കഴിഞ്ഞ 3-4 മാസം കൊണ്ടാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ഇന്ന് തുടങ്ങിയത് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്ത് പ്രോപ്പർ ഇൻ്റർവെല്ലിൽ കീപ്പ് ചെയ്ത് സീരിയസ്നെസ് കൊടുത്തത് കഴിഞ്ഞ 3-4 മാസം കൊണ്ടാണ്. എനിക്കൊരു സീരിയസ്നെസ് ഇല്ലായിരുന്നു. തുടങ്ങുമ്പോൾ വീഡിയോ ക്രിയേറ്റ് തോന്നുമ്പോൾ എഡിറ്റ് ചെയ്ത് തോന്നുമ്പോൾ യൂട്യൂബിൽ ഇടുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇതെക്കുറിച്ച് പറയാം. 3-4 മാസം കൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു അത്യാവശ്യം നല്ല റീച്ച് എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എത്ര വ്യൂസ് കിട്ടിയെന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ വീഡിയോയ്ക്ക് യൂട്യൂബ് നല്ല റീച്ച് തരുമായിരുന്നു. ഒരുപാട് ആൾക്കാരടുത്ത് എൻ്റെ വീഡിയോസ് എത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് ഒട്ടും റീച്ച് യൂട്യൂബുകാർ തരാതിരിക്കുകയാണ്. അതാണ് എന്നെ കൺസേൺ ആവുന്നത്. കൺസേൺ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 3-4 മാസം പോസ്റ്റ് ചെയ്ത വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് കിട്ടിയത് ഈ ലാസ്റ്റ് വീഡിയോ കൊണ്ടാണ്. ഈ റീച്ച് കിട്ടാതെ പോയ വീഡിയോയിലാണ് CTR കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. എത്ര അധികം ആൾക്കാരാണ് ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത് ഈ 3-4 മാസം കൊണ്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവറേജ് റീച്ച് കിട്ടാത്ത വീഡിയോയ്ക്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ CTR മറ്റൊരു വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ CTR കിട്ടിയിട്ടുണ്ട്, ആവറേജ് വീഡിയോസും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും യൂട്യൂബർ എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാർ എത്തിച്ചിട്ടുമില്ല, അത് റീച്ച് എനിക്ക് തന്നിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൺസേൺ ആവുന്നത്. എന്തുകൊണ്ട് എനിക്ക് റീച്ച് കിട്ടിയില്ല? CTRും കിട്ടി, ആവറേജ് വീഡിയോസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞിട്ടുള്ള വീഡിയോസും എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ ഫ്രീസായി പോയതാണോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. അഥവാ എൻ്റെ ചാനൽ ഫ്രീസായി പോയതാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ ഫ്രീസായത്? അപ്പോൾ ഇങ്ങനെ ഓരോന്ന കാരണങ്ങൾ ഞാൻ ആലോചിച്ച് തുടങ്ങി. ഞാൻ എന്ന് തൊട്ട് എൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ അനലൈസ് തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എനിക്ക് തെറ്റായി തോന്നുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഞാൻ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഒരിക്കലും ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ തെറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ടെക്നിക്കലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് 3-4 മാസം കൊണ്ടാണ്. മറ്റൊരു പ്രോപ്പറായിട്ടൊരു ടൈം കൊടുക്കാതെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പർട്ടിക്കുലർ ടൈം ഞാൻ കൊടുക്കാതെയാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ 3-4 ദിവസം കൊണ്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് എൻ്റെ ഉള്ളിലൊരു സീരിയസ്നെസ് വരികയും റെഗുലറായിട്ട് വീഡിയോ ഞാൻ ഇടാൻ തുടങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചാനലിലൂടെ വന്നിട്ട് പ്രൈസിങ് ഹൗസിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, എനിക്ക് തോന്നുകയാണെന്ന് അറിയില്ല, നിങ്ങളൊരു പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഈ തെറ്റ് ആവർത്തിക്കല്ലേ. നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക. നിങ്ങൾ 1 വീഡിയോ ആണ് 2 വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുമെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്ത് അതിൻ്റെ പർട്ടിക്കുലർ ടൈം ചെയ്ത് വെച്ച് വീഡിയോ യൂട്യൂബിലിട്ട് ഇട്ട് കൊടുക്കുക. യൂട്യൂബിന് അൽഗോരിതത്തിന് സെറ്റിംഗ് മനസ്സിലാവും. അപ്പോൾ പർട്ടിക്കുലർ ടൈമിനനുസരിച്ച് അവർ ഫ്രീസ് ചെയ്യുകയും നിങ്ങൾക്കൊരു പ്രോപ്പർ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. അടുത്തത് ഞാൻ പറയുന്നത് 3-4 മാസം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റുണ്ട്. ഞാൻ വളരെ ബിസി ആയിരിക്കുന്ന സമയം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് വളരെ ഒരു സീരിയസ്നെസ് ഞാൻ കൊടുത്തിട്ടില്ല. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-3 സമയത്ത് സബ്സ്ക്രൈബ് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ ആഡ്സിൽ ഈ വീഡിയോ 1-2 വീഡിയോ ഗൂഗിൾ ആഡ്സിന് കൊടുത്തു. 2-3 വീഡിയോ കൊടുത്തു. ഈ ആഡ്സ് വരെ കുറേ വ്യൂസും കുറേ സബ്സ്ക്രൈബും വന്നു കയറി. ഒരുപാടൊന്നും വന്നില്ല, 10-15 സബ്സ്ക്രൈബ് വന്നു കയറി.
അന്ന് 0 സബ്സ്ക്രൈബ് തുടങ്ങി പെട്ടെന്നൊരു 3-4 സബ്സ്ക്രൈബ് എൻ്റെ സബ്സ്ക്രൈബായിട്ട് വന്നിട്ടുണ്ട്. അന്നത്തെ യൂട്യൂബിൻ്റെ റൂൾ അനുസരിച്ച് നമുക്ക് ഗൂഗിൾ ആഡ്സിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് കണക്കാക്കാം, മോണിറ്റേഷൻ കണക്കാക്കാം. പക്ഷേ അതിന് കിട്ടുന്ന സബ്സ്ക്രൈബ് ഒരു കണക്കാക്കുമായിരിക്കും. പക്ഷേ ഇന്നത്തെ റൂൾ അനുസരിച്ച് ഗൂഗിൾ ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന സബ്സ്ക്രൈബും കണക്കാക്കത്തില്ല, വ്യൂസും അവർ കണക്കാക്കത്തില്ല. അതും ഒരു തെറ്റാണ് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ തുടങ്ങി പെട്ടെന്നൊരു സബ്സ്ക്രൈബർ വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഓർഗാനിക്കലി കിട്ടിക്കൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബും വ്യൂസും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഉള്ളതായിട്ട് തോന്നട്ടെ എന്ന് കരുതിയാണ് 2 വീഡിയോ ഞാൻ ഗൂഗിൾ ആഡ്സിൽ ഇട്ടത്. അപ്പം 200-300ഒക്കെയാണ് ഇതിന് നമ്മൾ ഗൂഗിൾ ആഡ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് 10-15 സബ്സ്ക്രൈബാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതും എനിക്കൊരു തെറ്റായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മൂന്നാമത്തെ തെറ്റെന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് മുമ്പുള്ള അതിന് റീച്ച് കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ചില സ്ക്രീൻ റെക്കോർഡിംഗ് അനുസരിച്ച് എനിക്കൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്യുന്ന സ്കീം വരെ കൊണ്ടെത്തിക്കേണ്ടി വന്നു. അപ്പം അത് എത്തിച്ചതിന് ശേഷം ഞാനത് പബ്ലിഷ് ചെയ്തില്ല, അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അത് ഗ്രാഫ്റ്റിൽ സേവായി. ആ ഗ്രാഫ്റ്റിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാതെ തന്നെ അവിടെ തന്നെ ഡ്രാഫ്റ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് വളരെയധികം ഡൗട്ടുണ്ട്. ഞാൻ ആ ഒരു സംഭവം ചെയ്തത് കൊണ്ടായിരിക്കണം ഈ റീച്ച് കിട്ടിയതുമില്ല. ആ വീഡിയോ ജസ്റ്റ് മുമ്പായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കൊണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യൂട്യൂബിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഡ്രാഫ്റ്റിൽ വെച്ചിട്ട് പോലും വീഡിയോ ചിലപ്പോൾ യൂട്യൂബിൽ അതിന് എഗെയിൻസ്റ്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കാണിക്കാതെ സെപ്പറേറ്റിൽ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കാണിക്കുന്നതായിരിക്കും നല്ലത്. നോർമലായിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെയാണ് നമ്മുടെ ചാനലിൽ തന്നെ കാണിക്കാവുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും സംഭവം അപ്ലോഡ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, പിന്നീട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെപ്പറേറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് അതിനെ അപ്ലോഡ് ചെയ്ത് വെച്ച് സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കുന്നതാണ് നല്ലത്. നമ്മളത് അപ്ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് എനിക്കിപ്പോൾ മനസ്സിലാക്കാനനുസരിച്ച് ആ ചാനൽ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാസ്റ്റ് വീഡിയോയ്ക്ക് റിച്ച് കിട്ടാത്തതിന് കാരണം ഈ കാരണങ്ങളൊക്കെ ആയിരിക്കും, ഫ്രീസായി പോയതായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്താണ് എനിക്ക് ഈ 2-3 കാരണങ്ങൾ എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും ഷെയർ ചെയ്യുന്നത്. ഇതിന് മുമ്പും പോസ്റ്റ് ചെയ്ത മറ്റെല്ലാ വീഡിയോസിനും എനിക്ക് ഇപ്പോഴും വ്യൂസ് കിട്ടുന്നുണ്ട്, അതിനുള്ള സബ്സ്ക്രൈബർ വരുന്നതുമുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് കണ്ടിന്യൂസ് ആയി വരുന്നുണ്ട്. അപ്പം എല്ലാവരും ചാനൽ ലാസ്റ്റ് 3-4 മാസം കൊണ്ട് വളരെയധികം വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതുമുണ്ട്. ഈ ചാനൽ കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.